السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب ولا حول ولا قوة إلا بالله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ റമദാൻ 23-ാമത്തെ നോമ്പിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ നോമ്പും മറ്റ് ആരാധനാകർമ്മങ്ങളുമൊക്കെ അല്ലാഹു വീഴ്ചകൾ എല്ലാം പരിഹരിച്ച് പൂർണ്ണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച വിഷയം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ നിസ്കാരത്തിന് ശേഷം പറഞ്ഞു, വയനാട് കമ്പളക്കാട് സ്വദേശിയാണ് ഞാൻ. ചിലപ്പം പല ആളുകളും വന്നിട്ടുണ്ടാവും, കേട്ട് പരിചയം ഉണ്ടാവും. അവിടെ നമ്മളൊരു ചെറിയൊരു മദ്രസയും പള്ളിയുണ്ട്. ആ പള്ളിയിലെ ഖത്തീബും മദ്രസയിലെ പ്രധാന അധ്യാപകനുമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇങ്ങനെ വരാനുള്ള കാരണം, മദ്രസയുടെയും പള്ളിയുടെയും നടത്തിപ്പ്, ഞാനൊരു പെയിൻറ്റിങ് വർക്കറുമാണ്. എൻ്റെ ഖുത്ബ കഴിഞ്ഞാൽ ഖുത്ബ സേവനം എന്ന നിലയിലാണ്. അത് കഴിഞ്ഞാൽ എൻ്റെ ജോലിക്ക് പോയി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു പകുതിയും നമ്മുടെ മദ്രസ പള്ളി, എന്നാലും പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് റമദാനിൽ ഇങ്ങനെ ഒരു കലക്ഷൻ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് വലിയ നീട്ടി പറയേണ്ട ആവശ്യമില്ല. പള്ളിയുടെയും മദ്രസൻ്റെയും കാര്യമാണ്. നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ചെയ്തു തരണമെന്ന് വളരെ വിനയത്തോടു കൂടി ആവശ്യപ്പെടുന്നു. അള്ളാഹു ദീനിനു വേണ്ടി സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സഹായിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ സ്വഹാബിമാരായ ആളുകളുടെ ചരിത്രം പഠിക്കുമ്പോൾ ഒരുപാട് സ്ഥാനപ്പേരുകളുള്ള സഹാബിമാരുണ്ട്, സ്ഥാനപ്പേരില്ലാത്ത സഹാബിമാരുണ്ട്. നമുക്കറിയാം, അബൂബക്കർ സിദ്ദീഖ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേര്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യം ഉടനടി ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ അംഗീകരിക്കുന്ന വ്യക്തിത്വമായതിനാൽ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ സിദ്ദീഖ്, പരമസത്യവാൻ എന്നാണ്. ഇങ്ങനെ കുറേ ആളുകളുണ്ട്. ഉമറുൽ ഫാറൂഖ് പറയും. ഫാറൂഖ് പറഞ്ഞാൽ സത്യവും അസത്യവും വേർതിരിച്ചവൻ എന്നാണ് ഫാറൂഖ് എന്നതിൻ്റെ അർത്ഥം. ഇങ്ങനെ നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ സ്വഹാബികൾക്ക് സ്ഥാനപ്പേരുകളുണ്ട്. അത് ആളുകൾ അവർക്ക് നൽകുന്നതാണ്. നമ്മുടെ നബിൻ്റെ സ്ഥാനപ്പേരെന്താ? അൽ അമീൻ എന്നാണ്, വിശ്വസ്തൻ. ഒരു കൂമ്പാരം മുതൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കയ്യിൽ കൊടുത്താലും ആ സമയമാകുന്ന സമയത്ത് വിശ്വസ്തയോടുകൂടി തിരിച്ചു കൊടുക്കും. അൽ അമീൻ എന്ന് അദ്ദേഹത്തിന് സ്ഥാനപ്പേര് കിട്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളും അവരെ പോലെ തന്നെ മജ്ജയും മാംസവും ജനസമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. എന്നാൽ അവരെ പോലെയുള്ള സ്ഥാനപ്പേരുകൾ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾക്ക് എത്ര ആളുകൾക്കുണ്ട്? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. സ്ഥാനപ്പേര് ചിലപ്പോൾ വിളിപ്പേരുണ്ടാവും, ചിലപ്പോൾ എളുപ്പത്തിന് വേണ്ടി വിളിക്കുന്ന പേരുകൾ.
അവരുടെ നന്മകളുടെ ആധിക്യം കാരണം എത്ര ആളുകൾ നമുക്ക് സ്ഥാനപ്പേരിട്ടിട്ടുണ്ട് എന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. അതിന് സ്വഹാബത്തൊന്നും പോണ്ട, അതിന് താഴേക്ക് കടന്ന് നോക്കുക. ഇപ്പോ 2 വെള്ളിയാഴ്ച മുമ്പ് CH സെന്ററിന്റെ പിരിവ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാവും. CH സെന്ററിന്റെ പിരിവ് കഴിഞ്ഞു വെള്ളിയാഴ്ച. എന്താ CH എന്ന് തന്നെ പേരിടാൻ കാരണം? CH മുഹമ്മദ് കോയ എന്ന വ്യക്തി സമൂഹത്തിന് വേണ്ടി ജീവിച്ചു എന്ന കാരണത്താൽ ജനങ്ങൾ അദ്ദേഹത്തെ മനസ്സിൽ ഇങ്ങനെ ഇന്നും സൂക്ഷിക്കുക. അവരുടെ ക്യാൻസർ സെന്ററിന്, ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, ആ പ്രവർത്തനങ്ങൾക്കൊക്കെ പേരിടുന്ന സമയത്ത് CH സെന്റർ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആ ഇനീഷ്യലാണ് ആ നാമധേയത്തിന് തന്നെ കാരണം. അങ്ങനെയൊക്കെ ലഭിക്കാൻ കാരണം അവർ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് സുഹൃതങ്ങൾ ചെയ്തു എന്നതുകൊണ്ട് അവർക്ക് ലഭിച്ച പേരുകളാണ്. എങ്ങനെ സുഹൃതം ചെയ്തു? നമ്മുടെ വിഷയം നമ്മൾ മരിക്കുന്നതിന് മുമ്പ്, കണ്ണടച്ച് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഭാര്യയും മക്കളെങ്കിലും നമ്മളെക്കുറിച്ച് ഒരു സൽപ്പേര് അവരിൽ ഉണ്ടായിരിക്കണം. സൽപ്പേര്. നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ ഒരു പ്രാർത്ഥന തന്നെ എന്താ അറിയോ? വജ്അല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അപ്പൊ ചിലപ്പോൾ നമ്മൾ ആലോചിക്കൂ, ആദ്യം ആളുകൾ ഇപ്പൊ നല്ലത് പറഞ്ഞാലും പറഞ്ഞില്ല എന്താണ്? അങ്ങനെ മുഅ്മിനീങ്ങൾ ആഗ്രഹിക്കരുത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന വജ്അല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ എന്നെക്കുറിച്ച് നല്ല പേര് നിലനിർത്തണമേ അല്ലാ എന്നാണ്. അഥവാ ഒരു മുഅ്മിൻ ആഗ്രഹിക്കേണ്ടതാണ്, ഞാൻ മരിച്ചു പോയാലും എന്നെക്കുറിച്ച് നല്ല പേര് ഈ ഭൂമിയിൽ നിലനിൽക്കണം. നോക്കിയോ നിങ്ങള്, ജൂതന്മാര്, ക്രൈസ്തവര്, ഹൈന്ദവര് എല്ലാവരും പറയുന്നു ഞങ്ങളുടെ ആളാണ് അബ്രഹാം പ്രവാചകൻ എന്ന്. ലോകാവസാനം വരെയുള്ള ജനങ്ങളുടെ മനസ്സിലൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് സൽപ്പേർ അള്ളാഹു നിലനിർത്തി കൊടുക്കുന്നു. ഇതിന് കാരണം നമ്മൾ പറഞ്ഞു, ഏത് സൽപ്പേര് ലഭിക്കാനും കാരണം ഏത് കാലഘട്ടത്തിൽ നോക്കിയാലും, അത് സ്വഹാബത്തിന്റെ ജീവിത കാലഘട്ടത്തിലായാലും പിൽക്കാലഘട്ടത്തിലായാലും സൽപ്പേര് ലഭിക്കാനുള്ള കാരണം നന്മയുടെ വിഷയത്തിലുള്ള മാത്സര്യമാണ് അവർക്കതിന് ലഭിച്ചിട്ടുള്ളത്. നന്മയുടെ വിഷയത്തിൽ മാത്സര്യം. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അവസാനമായി നടന്നൊരു യുദ്ധമാണ് തബൂക്ക് യുദ്ധം. നമ്മളെ ക്ലാസ്സിൽ എന്തെങ്കിലും ഒന്ന് പഠിക്കാതെ നമ്മൾ പോകരുത്. ക്ലാസ് കഴിയുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും ഹൃദ്യസ്ഥമാവണം. നബിയുടെ കാലത്ത് നടന്ന അവസാന യുദ്ധമാണ് തബൂക്ക് യുദ്ധം. ഹിജറ 9-ാം കൊല്ലമാണ് ഈ തബൂക്ക് നടക്കുന്നത്. തബൂക്കിനൊരു പ്രത്യേകത ഉണ്ട്. മറ്റു യുദ്ധങ്ങളെ പോലെയല്ല. മദീനയിൽ വലിയ ക്ഷാമം നേരിട്ട സമയമായിരുന്നു തബൂക്ക് യുദ്ധം. റമളാൻ മാസത്തിലുമായിരുന്നു. നമ്മൾ നോക്ക്, റമളാനിലൊന്ന് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടക്കുക എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പ്രയാസമുള്ള കാര്യമാണ്. യുദ്ധത്തിന് വേണ്ടി കിലോമീറ്ററുകളോളം നടക്കുക എന്നത് ത്യാഗത്തിന് മേൽ ത്യാഗമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് തബൂക്ക് യുദ്ധത്തിന്റെ ഒരു പേര് തന്നെ എന്താ അറിയോ? ഗസ്വത്തുൽ ഉസ്റ എന്നാണ്. കാഠിന്യത്തിന്റെ യുദ്ധം എന്നാണ് പേര്. എല്ലാ യുദ്ധവും കാഠിന്യ. തബൂക്ക് അതികാഠിന്യമായിരുന്നു. ഈ തബൂക്ക് യുദ്ധം നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നുകൊണ്ട് തൻ്റെ അനുചരന്മാരുടെ മുന്നിൽ ഒരു വിളംബരം നടത്തുക. കാരണം മദീനയിലെ പട്ടിണി, പിന്നെ 30,000 സ്വഹാബത്ത്, അപ്പുറത്ത് 3 ലക്ഷം ശത്രുക്കളുണ്ട്, വഴിദൂരം ധാരാളം താണ്ടേണ്ടിയിരിക്കുന്നു, പിന്നെ സാമ്പത്തിക ഭദ്രത അത്രയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, മൻ ജഹദ ജയ്ശൽ ഉസ്റതി ഫലഹുൽ ജന്ന. ഇപ്പോൾ തയ്യാറായി നിൽക്കുന്ന ഈ സൈന്യത്തിന് സജ്ജീകരണങ്ങൾ ഒരുക്കുന്ന ആളുകൾക്ക് ഞാൻ സ്വർഗം കൊണ്ട് വാഗ്ദാനം നൽകുന്നു. റസൂലുള്ളാഹിന്റെ ഒറ്റൊരു വർത്താനം. ഈ സൈന്യത്തിന് സജ്ജീകരണങ്ങൾ ഒരുക്കുന്ന ആളുകൾക്ക് ഞാൻ സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഹാബികൾ 4 ഭാഗത്തേക്കും ഓടി. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താ അറിയോ? സഹാബികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന്
സ്വർഗം എന്ന് പറയേണ്ട താമസം അതിനുവേണ്ടി അവരെന്ത് ചെയ്യും? മാത്സര്യം കാണിക്കാൻ തുടങ്ങി. നമ്മൾ നോക്കിയോ, സ്വർഗം നരകമൊക്കെ പറഞ്ഞ ഇപ്പൊ നമ്മുടെ ചിന്ത എന്താ അറിയോ? അതൊക്കെ മൗലവി അവിടെ എത്തിയിട്ടല്ലേ എന്നിട്ട് നോക്കാം എന്നാണ് ഇപ്പോൾ നമ്മുടെ ചിന്ത. എന്നാലോ ഏത് സമയത്തും ഇതിന്റെ നിർമ്മാതാക്കൾ ഇതിനൊരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്, ഇത്ര കൊല്ലം ഇത്ര മാസം എന്നൊക്കെ. പക്ഷെ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത വസ്തുവാണ് ഈ നിൽക്കുന്ന ഞാനും ഈ ഇരിക്കുന്ന നിങ്ങളും. ഒരു ഉറപ്പുമില്ല നമുക്ക്. മരണം കഴിഞ്ഞാലോ പിന്നീട് അനന്തമായൊരു ലോകം നമ്മുടെ മുന്നിലുണ്ട്, നമുക്കതിലൊരു സംശയവുമില്ല. ഇത് നിരന്തരമായ വഅളുകളിലൂടെ, ഖുർആനിലൂടെ, ഹദീസുകളിലൂടെ, മറ്റ് പലരിലൂടെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കും. എന്നിട്ടും അതിനെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് വരുന്നില്ല നമുക്ക്. അതൊരു പ്രയാസം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തബൂക്ക് യുദ്ധത്തിലേക്കുള്ള യുദ്ധ ഫണ്ടിലേക്ക് സൈന്യങ്ങളെ ഒരുക്കാൻ വല്ലതും നൽകുന്ന ആളുകൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയേണ്ട താമസം പല ഭാഗത്തേക്കും സഹാബികൾ ഓടി എന്ന് മാത്രമല്ല, ചരിത്രം നോക്കിയാൽ വല്ലാതെ നീട്ടി പറയേണ്ട ആവശ്യമില്ല ആരൊക്കെ എന്തൊക്കെ കൊടുത്തു എന്ന്. ഓരോ സഹാബത്തിന്റെ രീതി എന്താണ് അവിടെ പറയുന്നത്? ഒന്നുമില്ല അവരുടെ കയ്യിൽ കൊടുക്കാൻ. അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, നബിയെ ഞങ്ങൾക്ക് ഒന്നും നൽകാനില്ല. കരഞ്ഞുകൊണ്ട് പറയാം. ഈ കരഞ്ഞുകൊണ്ട് പറയുന്ന ആളുകളുടെ വിഷയത്തിൽ അള്ളാഹ് ആയത്തിറക്കി കൊടുത്തു എന്നാ. കൊടുത്ത ആളുകളുടെ വിഷയത്തിലല്ല, അത് പറയാം. ഒന്നുമില്ലാതെ മാനസികമായ പ്രയാസം, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന പ്രയാസം കാരണം കരഞ്ഞുകൊണ്ട് പിന്തിരിഞ്ഞു പോകുന്ന ആളുകളുടെ വിഷയത്തിൽ അള്ളാഹു ആയത്തിറക്കുന്നു. അതാണ് നന്മ ചെയ്യാനുള്ള മനസ്സാണ് വേണ്ടത്. ചെയ്യൽ രണ്ടാമത്, ചെയ്യാനുള്ള മനസ്സ്. നമ്മളിപ്പോ ഇന്ന് 23-ാമത്തെ നോമ്പാണ്. ഇനിയിപ്പോ ഒറ്റയിട്ട രാവ് പറഞ്ഞാൽ 25-ഉം 27-ഉം 29-ഉം ആകെ 3 ദിവസമേ ഉള്ളൂ. ഒറ്റയിട്ട രാവ് ആകെ 3 ദിവസം. എന്താ കൂലി? എന്താ ഇതിന്? ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ നിന്ന് നിസ്കരിച്ചു നോമ്പ് നോറ്റാൽ പാപങ്ങൾ പുറത്തു വരും. അള്ളാന്റെ റസൂൽ പറഞ്ഞു. പാപം പുറത്തു വന്നാൽ കിട്ടാനുള്ള നേട്ടം എന്താ? സ്വർഗപ്രവേശനം. ഇത് നമുക്ക് കിട്ടേണ്ടതാ. അതുകൊണ്ട് ഈ 3 ദിവസത്തെ കഠിനാധ്വാനം ചെയ്യാൻ കഴിയണം. 3 ദിവസം എങ്ങനെ? രാത്രി. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, എന്തിനാ രാത്രി ലൈലത്തുൽ ഖദർ അള്ളാന്റെ പകലാക്കാത്തത് അറിയോ? നമ്മളോട് അളവറ്റ കാരുണ്യവും സ്നേഹമുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ പകലാക്കുമായിരുന്നു ലൈലത്തുൽ ഖദർ. പകല് ധാരാളം ജോലി തിരക്കുകളുള്ള ആളുകളുണ്ടാവും, പല മേഖലകളിലും സഞ്ചരിക്കുന്ന ആളുകളുണ്ടാവും. രാത്രി എന്നത് എല്ലാവരും കൂടണയുന്ന സമയമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിനെ രാത്രിയിൽ അള്ളാഹു സംവിധാനിച്ചു. അത് നമുക്ക് അള്ളാഹു നൽകിയ വലിയൊരു ഫളലാണിത്. രാത്രിയിൽ ഒരു അരമണിക്കൂറെങ്കിലും ഒറ്റയ്ക്കിരിക്കുക അള്ളാഹുവിന്റെ മുന്നിൽ. വല്ലതും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്ത് തന്നാൽ കഴിയുന്ന സൽക്കർമ്മങ്ങളിൽ മുന്നിലും ബാക്കിലും വലതും ഇടതൊന്നും നോക്കാതെ സ്വന്തം ചെയ്യാം. എന്താ കിട്ടുക? സ്വർഗമാകുന്നു. നമ്മുടെ ലക്ഷ്യം സ്വർഗമാകുന്നു. സഹാബികൾ ഇതിനു വേണ്ടി മാത്സര്യം കാണിച്ചു. നബിയുടെ വായിൽ നിന്ന് സ്വർഗം എന്ന കേട്ട പാതി കേൾക്കാത്ത പാതി അവരൊക്കെ അതിനു വേണ്ടി മുന്നേറി. അതുകൊണ്ടാണ് അവരെ കുറിച്ച് ഇപ്പോഴും ഖുർആൻ പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറദു അൻഹു. അള്ളാഹ് അവരെ തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു. ഇതാണ് ആകെ ഇതിന്റെ രത്ന ചുരുക്കിയത് നമ്മുടെ ക്ലാസ്സിന്റെ. ഇങ്ങനെ സ്വഹാബിമാരായ ആളുകള് സ്വർഗം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് പാഞ്ഞെടുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഗസയിലെ കുട്ടികൾ, നമ്മൾ സാധാരണ എല്ലാവരും മീഡിയകൾ വീക്ഷിക്കുന്ന ആളല്ലേ. ഗസയിലെ കുട്ടികൾ സ്വന്തം ഉമ്മയും വാപ്പയും ജ്യേഷ്ഠാനുജന്മാരും മരിച്ചാലും കുട്ടികൾ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് ചിരിക്കുകയാണ് അല്ലെ, ഭയങ്കര ഹാപ്പിയാണ് അവർ. നമ്മളെ കുട്ടികളോ എന്തൊക്കെ വാങ്ങിക്കൊടുത്താലും മുഖം അങ്ങ് ചുളിവ് മാറൂല, വീണ്ടും വീണ്ടും ആഗ്രഹങ്ങൾ കൂടി വരിക. എന്റെ ഗസയിലെ കുട്ടികളും നമ്മളെ കുട്ടികളും തമ്മിലുള്ള മാറ്റം അറിയോ? ഗസയിലെ കുട്ടികൾക്ക് കൃത്യമായി അറിയാം, ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോയാൽ പിന്നീട് വേറൊരു ലോകമുണ്ട്. ഷഹീദായി കഴിഞ്ഞാൽ സ്വർഗമാണ് കൂലി. അവരുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധമുള്ളത് കൊണ്ടാണ് ഗസയിലെ കുട്ടികൾ ചിരിക്കാൻ കാരണം.
ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ് അവർ. അതുകൊണ്ടാണ് ആ യാത്ര അവർ ആനന്ദിക്കാനും കാരണം. സ്വർഗം അവരുടെ മുന്നിലുണ്ട്. നമ്മുടെ മക്കൾ ഇപ്പോഴും മുഖത്തിന് ചുളിവ് മാറാതിരിക്കാൻ കാരണം, ഏതേത് നന്മയുടെ വിഷയത്തിലായാലും മുന്നേറുന്നതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള കാരണം ലക്ഷ്യബോധമില്ല എന്നതാണ്. അത് പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾക്ക് വേണ്ടതാണ് ലക്ഷ്യം. ഇപ്പൊ ഏതെങ്കിലും ഒരു കോളേജ് തലത്തിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചു, നിങ്ങൾ മുഅ്മിൻ അല്ലാത്ത കുട്ടികളോട് എന്താ ലക്ഷ്യം ചോദിച്ചാൽ കുട്ടി പറയും ഓരോ ഡിഗ്രിയുടെ പേരുകൾ ഇങ്ങനെ പറയും. അപ്പൊ എന്തിനാണ് ഡിഗ്രി പഠിക്കുന്നത് ചോദിച്ചാൽ നല്ല ജോലി കിട്ടണം. ജോലി കിട്ടിയിട്ടോ, ജോലി കിട്ടിയാൽ വാപ്പയും ഉമ്മയുമാണ് അല്ലെങ്കിൽ അമ്മയും അച്ഛനുമാണ് ഈ പൊസിഷനിലേക്ക് ഞങ്ങൾ എത്തിച്ചത്, അതുകൊണ്ട് അവരെ സംരക്ഷിക്കണം, അവരുടെ ആഗ്രഹം പറയും. അത് കഴിഞ്ഞാലോ ചിലപ്പം കൂടുതലൊന്നും പറയാനുണ്ടാവില്ല. വളരെ വിരലെണ്ണാൻ മാത്രമുള്ള ലക്ഷ്യങ്ങൾ അവരുടെ മുന്നിലുണ്ടാവും. എന്നാൽ മുഅ്മിനായൊരു മനുഷ്യന്റെ ലക്ഷ്യം എന്താ? ഇതൊന്നുമല്ല. നോമ്പായാലും സക്കാത്തായാലും ഈ കൂടിയിരുന്ന ഇരിക്കലായാലും അതിൻ്റെ ഒക്കെ പിന്നിലുള്ള ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യമാണ് മുഅ്മിനിന്, അഥവാ സ്വർഗം. എങ്ങനെയെങ്കിലും സ്വർഗം കിട്ടണം എന്ന ആഗ്രഹം. ഈ ആഗ്രഹം മുന്നിലുണ്ടായാലേ മുന്നിൽ കിടന്ന വ്യക്തിയെ പിന്നിലാക്കിയിട്ട് മത്സരിക്കാൻ തോന്നും. ഇല്ല എങ്കിൽ എപ്പോഴും നമ്മൾ ചാകാറായ കോഴിയെ പോലെയായിരിക്കും നമ്മുടെ അവസ്ഥ. ഒരു തൂങ്ങലായിരിക്കും എപ്പോഴും. മാത്സര്യ ബോധം ഉണ്ടാവണമെങ്കിൽ നമ്മൾ നിരന്തരമായി ഒരു ലക്ഷ്യബോധം നിർബന്ധമായും വേണം. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി നോക്ക്, നിസ്കാര ശേഷം നമ്മൾ പറയല്ലോ, നിസ്കാര ശേഷം ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ, മനസ്സിലാക്കണേ, 5 വക്ത് നിസ്കാരം നമ്മുടെ മുന്നിലുണ്ട്. നബി ഓഫർ ചെയ്യുന്ന ചില ഓഫറുകളുണ്ടല്ലോ, വലിയ പ്രാധാന്യതയുള്ള ഓഫറുകളാണ്. നിസ്കാര ശേഷം ഒരാൾ ആയത്തുൽ കുർസി ഓതി. ആയത്തുൽ കുർസി പറഞ്ഞാൽ എന്താ? അള്ളാഹ് ആരാണ് എന്ന് മുന്നിൽ കാണിച്ചു തരുന്ന ആയത്താണ്. ആരാണ് അള്ളാഹ്? 10-21 കാര്യങ്ങൾ അള്ളാഹിനെ കുറിച്ച് ആയത്തുൽ കുർസിയിൽ പറയുന്നുണ്ട്. ഇത് ഹൃദയം തട്ടിയാണ് ഒരാൾ പാരായണം ചെയ്യുന്നത് എങ്കിൽ അയാളുടെയും സ്വർഗത്തിൻ്റെയും ഇടയിലുള്ള തടസ്സം റസൂലുള്ള പറഞ്ഞു മരണമാകുന്നു. മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾ സ്വർഗത്തിൽ പോകും. അതിന് തടസ്സം എന്താ? മരണം മാത്രം. ഒരായത്തുൽ കുർസി ചൊല്ലിയാൽ സ്വർഗം കിട്ടുന്നു. എങ്ങനെ? മനസ്സറിയണം. നിങ്ങൾ കണ്ടല്ലോ, ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ കാണാം, ചിലപ്പോൾ അടുത്തിരിക്കുന്ന ഏതെങ്കിലും ഉസ്താദ്മാരോ മറ്റാരെങ്കിലും ഉണ്ടാകും, തസ്ബീഹ്മാരെ കയ്യിലുണ്ടാകും, ഇങ്ങനെ മറിക്കുന്നുണ്ടാകും, വായ കൊണ്ട് വേറെ സംസാരങ്ങളിൽ സംസാരിക്കുന്നതാകും. അത് ഹൃദയത്തിൽ തട്ടാത്ത, ഹൃദയത്തിൽ കൊള്ളാത്ത ദിക്റാണ്, അള്ളാഹുവിനെ ഓർക്കലാണ്. അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഹൃദയത്തിൽ തട്ടിയിട്ടുള്ളതാണ് എങ്കിൽ തീർച്ചയായും അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരും. മാത്രമല്ല ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കാനും തോന്നും. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ, വളരെ ചുരുങ്ങിയ ദിവസമേ ഉള്ളൂ, ചുരുങ്ങിയ മണിക്കൂറുകളേ ഉള്ളൂ, ഈ ദിവസങ്ങളിൽ എല്ലാ പള്ളികളിലും സജീവമാണ്. നമ്മൾ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ആരാധനകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. ഖത്തറിൽ വേൾഡ് കപ്പ് നടന്നല്ലോ, അല്ലേ? പല രാജ്യത്തും വേൾഡ് കപ്പ് നടന്നിട്ടുണ്ട്. പക്ഷെ ഖത്തറുകാർ എന്ത് ചെയ്തു അറിയോ? അവസരം ഉപയോഗപ്പെടുത്തി എന്നതാണ് ഖത്തറിൻ്റെ ഏറ്റവും വലിയ മേന്മ. പല രാജ്യത്തും വേൾഡ് കപ്പ് നടന്നു, അതൊക്കെ ഒരു ഫുട്ബോൾ മാമാങ്കം മാത്രമായിരുന്നു. ഖത്തറിനെ അതിൽ നിന്ന് വേർതിരിക്കുന്നത് ആ അവസരം അവരെന്ത് ചെയ്തു? വളരെ നല്ല നിലയിൽ ഉപയോഗപ്പെടുത്തി. അത് ചെറിയ വിഷയമൊന്നുമല്ല. ഈ അവസരം ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അവർ ദീർഘവീക്ഷണമുള്ള ആളുകളാണ് ഖത്തറുകാർ, ഭരണാധികാരികൾ. അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ എന്തിലേറെ അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്, കൃത്യമായൊരു സത്യസന്ദേശം നമ്മുടെ മുന്നിലുണ്ട്. അത് മറ്റുള്ള ആളുകൾക്ക് അറിയിച്ചു കൊടുക്കണം. എല്ലാ ചുവരുകളിലൊക്കെ ഖുർആനിൻ്റെ സന്ദേശങ്ങൾ അവർ കൊത്തിവെച്ചു, എഴുതി വെച്ചു. എന്ത്? അവർക്ക് ലക്ഷ്യബോധം അവരുടെ മുന്നിലുണ്ട്. ലക്ഷ്യബോധമുണ്ടായാൽ നന്മയിൽ മാത്സര്യം കാണിക്കും. അത് മാത്രമല്ല, 1991 ഖത്തറിൽ വെച്ചുകൊണ്ട് വലിയൊരു സമ്മേളനം നടന്നിരുന്നു. സമ്മേളനം കേവലം മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ മതസ്ഥരുമായിട്ടുള്ള ഒരു സമ്മേളനം. 91 92 അതിൽ ഇപ്പോഴതിൻ്റെ പത്രക്കട്ടിങ് എൻ്റെ കയ്യിലുണ്ട്. ഖത്തറിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ സമ്മേളനം നടക്കുമ്പോൾ
പാലക്കാട്ടുകാരി ഒരു പെൺകുട്ടി, അതിൻ്റെ വളണ്ടിയറോ വേറെ എന്തോ ആയിരിക്കാം. ആ കുട്ടി എന്ത് ചെയ്തു അറിയോ? എല്ലാവർക്കും ഒരു ഖുർആനിൻ്റെ പരിഭാഷ സ്റ്റേജിലുള്ള എല്ലാ ആളുകൾക്കും കൊടുത്തു. ഖുർആന്റെ പരിഭാഷ. അതില് ഇന്നസെന്റും ഉണ്ടായിരുന്നു. ഇന്നസെന്റും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇന്നസെന്റിന് കൊടുക്കുന്ന പരിഭാഷയില് ഈസാ നബിയെ കുറിച്ചും മറിയമിനെ കുറിച്ചും അലൈഹി വസ്സലാത്തു വസ്സലാം പറയുന്ന ഭാഗത്ത് മുഴുവനും അണ്ടർലൈൻ ചെയ്തു. ഈസാ നബിയെ കുറിച്ച് പറയുന്ന, മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് അണ്ടർലൈൻ ചെയ്തിട്ട് ഇന്നസെന്റിനും കൊടുത്തു ആ പരിഭാഷ. ഇത്രയേ സംഭവം ഉണ്ടായിട്ടുള്ളൂ. അതൊക്കെ ലോകം അറിയപ്പെട്ടു. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തേ ആ പെണ്ണിന് ആ പരിഭാഷ ഇന്നസെന്റിന് കൊടുക്കാൻ എന്തുകൊണ്ട് പെണ്ണിന് പ്രേരകമായി? നമ്മുടെ കൂട്ടത്തിൽ കുറെ ആളുണ്ട്, എൻ്റെ തൊട്ട അയൽവാസി ചിലപ്പോ മുസ്ലിമൊന്നും അല്ലായിരിക്കാം, അല്ലെങ്കിൽ മുസ്ലിം ആയിരിക്കാം പേരുകൊണ്ട് മാത്രം. നമ്മൾ നിരന്തരമായി പാരായണം ചെയ്യുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ വലത് കൈയിൽ മുറുകെ പിടിക്കുന്ന വേദഗ്രന്ഥം ഇത് ഒന്ന് കൊടുക്കാൻ എന്തുകൊണ്ട് മനസ്സ് വന്നില്ല? നമ്മൾ ആലോചിക്കേണ്ട വിഷയം. അതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് എന്തുകൊണ്ട് തോന്നുന്നില്ല എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ലക്ഷ്യബോധത്തിൽ എന്തോ ചില ഏറ്റക്കുറച്ചുകളുണ്ട് എന്നതാണ്. ആ പെണ്ണിനറിയാം, പാലക്കാട്ടുകാരിയായ പെണ്ണിനറിയാം, ഞാൻ മാത്രം ഈ ഖുർആൻ പഠിച്ചാൽ പോരാ, ഇത് സത്യമാണെന്ന് ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിപാടി എന്താ? അത് അമൽ ചെയ്യലാണ്. ഏത് കാര്യം അങ്ങനെയാണല്ലോ. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ സത്യമാണോ അസത്യമാണോ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കുക. മനസ്സിലാക്കി കഴിഞ്ഞാലോ പിന്നീട് കർമ്മപദത്തിലേക്ക് കൊണ്ടുവരിക. കർമ്മപദത്തിൽ കൊണ്ടുവന്നാലോ പിന്നീട് അറിയാത്ത സഹജീവികൾക്ക് അറിയിച്ചു കൊടുക്കുക. അതിനാണ് മലയാളത്തിൽ പ്രബോധനം എന്ന് പറയും, അറബിയിൽ ദഅവത്ത് എന്ന് പറയും. വലിയ ഭൂമിക്ക്, ആകാശത്തിന് ചുവട്ടിൽ ഭൂമിയുടെ മുകളിൽ ഒരാൾ ചെയ്യുന്ന ഏറ്റവും വലിയ സുഹൃതങ്ങളിൽ ഒന്ന് ഈ ഒരു ദഅവത്താണ്. എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ഇന്നസെന്റ് ആ പരിഭാഷ വായിക്കണ്ട, ഒന്ന് വെറുതെ വീട്ടിൽ വെച്ചു, എന്തായാലും പെണ്ണിന് പ്രതിഫലം കിട്ടി. കാരണം എത്തിച്ചു കൊടുത്തു എന്ന ബാധ്യതയിൽ പെണ്ണ് പൂർണ്ണമായി വിജയിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇരുന്നിങ്ങനെ ആലോചിക്കേണ്ടതാണ്. വീട്, പള്ളി, ബിസിനസ്, ഇങ്ങനെയാണ് നമ്മുടെ ചുറ്റുപാട്. കൂടി വന്നാലിതാ, വീട്, നല്ല മുത്തഖിയായ മനുഷ്യനാണ് എങ്കിൽ പള്ളി, കുറച്ചുകൂടി ആത്മാർത്ഥ അതിലുണ്ടാകും, പിന്നെ തൻ്റെതായ ചുറ്റുപാടുകൾ. ഇതാണ് ഇങ്ങനെ കഴിഞ്ഞു പോവുക. ചില നല്ല ആളുകളെ കുറിച്ച് ചോദിച്ചാൽ പറയാ, അയാള് വീട്ടിൽ നിന്ന് പറയും, അല്ല പള്ളിയിലുണ്ടാവും. ഇനി പള്ളിയിൽ പോയി അന്വേഷിച്ചാലോ മൂപ്പര് വീട്ടിലുണ്ടാവും പറയും, അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിലുണ്ടാവും പറയും. ഇങ്ങനെ മൂന്നെണ്ണം പറയാം. ഇത് മാത്രമാണ് പല ആളുകളുടെയും ജീവിതത്തിൽ ഉള്ളൂ എങ്കിൽ അവരെ കുറിച്ച് സ്വാലിഹ് എന്നാണ് പറയാ. ചില വ്യക്തികളെ കുറിച്ച് നമ്മൾ പറയാമല്ലോ, അയാൾ സ്വാലിഹാണ് പറയും. പക്ഷേ സ്വാലിഹല്ല നമ്മൾ ആവേണ്ടത്, നമ്മൾ മുസ്ലിഹുകളാവണം. മുസ്ലിഹ് പറഞ്ഞാൽ നന്നാക്കുന്ന ആൾ എന്നാണ് അർത്ഥം. നന്നാക്കുക, മറ്റുള്ള ആളുകൾ നന്നാക്കുക. ചിലപ്പോൾ ഭാര്യനെ ആയിരിക്കും, ചിലപ്പോൾ മക്കളെ ആയിരിക്കും, ചിലപ്പോൾ സ്ഥാപനത്തിലുള്ള സ്റ്റാഫിനെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റു സഹജീവികളായിരിക്കും. ഇങ്ങനെ നന്നാക്കുന്ന ആളെ അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഒരു ഗ്രാമത്തെ അള്ളാഹു നശിപ്പിക്കുകയാണെങ്കിൽ വ അഹ്ലുഹാ മുസ്ലിഹൂൻ, ആ നാട്ടിൽ മുസ്ലിഹുകളുണ്ട് എങ്കിൽ ശിക്ഷ ഇറങ്ങൂല എന്നാ. ആരാ മുസ്ലിഹ്? മറ്റുള്ള ആളെ നന്നാക്കുക. നന്നാക്കുമ്പോൾ സ്വാഭാവികമായും എന്തുണ്ടാവും അറിയോ? നമ്മൾ നന്നാവും. നമ്മൾ നന്നാവാതെ എന്തിനു നന്നാക്കുന്നെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. സ്വാഭാവികമായി നമ്മൾ പലിശനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ആരെ കാണുമ്പോൾ പലിശനെ കുറിച്ചാണ്, ഇൻട്രസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായി 10 ആളോട് പറയുമ്പോൾ നമ്മുടെ മനസ്സ് പറയും, നീ ഇങ്ങനെ പലിശയിലായി ഇങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ, അത് നിർത്തണമെന്ന് നമ്മളെ മനസ്സ് നമ്മളോട് പറയും. ഈ ഉപദേശിക്കുമ്പോൾ ഒരു തത്വശാസ്ത്രം അതാണ്. നിരന്തരമായി ഉപദേശിക്കുകയാണെങ്കിൽ ആ തെറ്റെന്ത് ചെയ്യൂല, സ്വന്തം ജീവിതത്തിൽ നിന്ന് പതിയെ പതിയെ പോകും. അള്ളാഹു പോകും എന്നതിന് പകരം അള്ളാഹ് പോക്കുമെന്ന് പറയലായിരിക്കും ഉചിതം. കാരണം അതിങ്ങനെ ആവർത്തിക്കാണല്ലോ. ഏറ്റവും വലിയ പരമസത്യമാണെന്ത്? അള്ളാഹു ആണ് ഏകൻ. അംഗീകരിച്ച ആളെ ഈ കൂട്ടത്തിൽ, ഈ പള്ളിയിൽ അങ്ങനത്തെ ആളുകളെ വരിക.
അള്ളാഹു ആണ് ഏകൻ, ഏറ്റവും വലിയ സത്യ. ആ സത്യത്തിന് എതിര് നിൽക്കുന്ന കാര്യമാണ് അല്ല, അള്ളാഹു അല്ലാത്ത പല ആളുകളും ഈ ഭൂമിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്നത്. അത് അതിൽപ്പെട്ട കുറേ പേരുകളൊക്കെ ഉണ്ട്. പേരുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സദസ്സിനെ അലങ്കോലപ്പെടുത്തുന്നില്ല. അള്ളാഹുവിന് മാത്രമല്ല നിയന്ത്രണം വേറെ പല ആളുകൾക്കും ഉണ്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ എന്തെങ്കിലും പ്രയാസം തോന്നിയിട്ടുണ്ട്? നിങ്ങൾ നോക്കി നോക്ക്. തോന്നിയിട്ടില്ല എങ്കിൽ അതിനർത്ഥം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിലുള്ള വിശ്വാസവും ആഴ്ന്നിറങ്ങിയിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ദുബൈയിൽ വെച്ചിട്ട് ഒരു അറബി ഷെയ്ഖിനോട് നമ്മുടെ ഒരു പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു, ഒരു അറബിയോട് പറഞ്ഞു. അറബിന്റെ ഈമാൻ നമ്മുടെ ഈമാൻ നോക്കണേ നിങ്ങൾ. എന്താ അറബിയോട് പറഞ്ഞറിയോ? കേരളത്തിൽ ഇപ്പം പുതുതായി വാദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, CM പറയുന്ന ഒരു മനുഷ്യനാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് അറബിയോട് കേരളത്തിലൊരു പണ്ഡിതൻ പോയി സംസാരിച്ചു. അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം നാട്ടിലേക്ക് വന്നു. നമ്മൾ ജമിയത്തുൽ ഉലമയിൽപ്പെട്ട വലിയൊരു പണ്ഡിതനാണ്. നാട്ടിലേക്ക് വന്നപ്പോ പിറ്റേ ദിവസം ഇദ്ദേഹത്തെ അറബി വിളിക്കുക ഫോണിൽ വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത്? ഇന്നലെ നിങ്ങൾ പറഞ്ഞ കാര്യം ആലോചിച്ചിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന്. ഇന്നലെ നിങ്ങൾ പറഞ്ഞ കാര്യം ആലോചിച്ചിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അള്ളാഹുവിന് ഉള്ള അവകാശപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്കും അവകാശം വെച്ചു കൊടുക്കുക എന്ന വലിയ പാപം, ശിർക്ക്. ആ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആളുകൾ കേരളത്തിൽ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അറബിക്ക് ഉറക്കം വന്നില്ല. കാരണം എന്താ അറിയോ? അറബിക്ക് അള്ളാഹ് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്നതാണ് സത്യം. അള്ളാഹുവിനെ കുറിച്ച് നല്ലവണ്ണം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് അപ്പുറത്ത് റബ്ബിനെ കുറിച്ച് എന്തൊക്കെ പറയുകയാണെങ്കിലും ഏത് പ്രചരണങ്ങൾ പ്രചരിപ്പിച്ചാലും മനസ്സിൽ ഭയങ്കര ബേജാറുണ്ടാവും. ആയുധെടുത്ത് ഇറങ്ങുമൊന്നുമില്ല, അങ്ങനെ ചെയ്യൊന്നുമില്ല. മനസ്സിലൊരു ബേജാറുണ്ടാവും. ചിലപ്പോൾ തൂലിക കൊണ്ട് തിരുത്തി കൊടുക്കും, അല്ലെ നാവ് കൊണ്ട് തിരുത്തും. മിണ്ടാതിരിക്കാൻ കഴിയില്ല. ഉള്ളിൽ ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ. ഇല്ല എങ്കിൽ അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അള്ളാഹ് എന്തെങ്കിലും സംഭവിക്കും എന്ന് കഴിഞ്ഞിട്ടൊക്കെ ആത്മനിർവൃതി അടഞ്ഞിരിക്കുകയും ചെയ്യും. അല്ല, ഇറങ്ങിയ വ്യക്തിത്വങ്ങളാണ് എങ്കിൽ ഈ നിലയിൽ തന്നെ അവന്റെ ഈമാനിനെ കുറിച്ച് വീണ്ടും പുനഃപരിശോധന നടത്തിയിട്ട് ഈമാനിൽ വർധനമുണ്ടാക്കാൻ നോക്കും. ഇതൊക്കെ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്താ അറിയോ? ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ആ വിശ്വാസിക്ക് കൃത്യമായ ലക്ഷ്യബോധമുണ്ട് എങ്കിൽ എല്ലാ നന്മയിലും മാത്സര്യം കാണിക്കും. ഏതാ ലക്ഷ്യം? സ്വർഗമാണ്. ഏത് നന്മയിലും. സഹാബത്തിന്റെ സ്ഥാനപ്പേര് കിട്ടിയത് നന്മയിൽ മാത്സര്യം കാണിച്ചത് കൊണ്ടാണ്. ഖത്തർ അവസരം ഉപയോഗപ്പെടുത്തിയത് അവർക്ക് ലക്ഷ്യബോധമുള്ളത് കൊണ്ടാ. പാലക്കാട്ടുകാരിയായ പെൺകുട്ടി ക്രൈസ്തവനായ കത്തോലിക്കക്കാരനായ ഇന്നസെന്റിന് ഖുർആൻ പരിഭാഷ കൊടുക്കാൻ പ്രേരകമായത് ലക്ഷ്യബോധമുള്ളത് കൊണ്ടാ. ഇനി നമ്മൾ ദീനിന് എന്ത് ചെയ്തു? വലിയൊരു വിഷയമാണത്. നമ്മളിത്ര ഒരു 60-70 കൊല്ലമായി ഇങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിൽ ദീനിന് എന്താ ചെയ്തത്? ഒരു വിരൽ അനക്കാനെങ്കിലും കഴിയണ്ടോ? ഒരു വിരല് നമ്മൾ ആലോചിച്ച് നോക്ക്. പിന്നെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് കാര്യം മനസ്സിലാവും. അതുകൊണ്ടാണ് ഈ സദസ്സിലൊരു വ്യക്തി ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഡെയിലി മെഡിസിൻ ഉപയോഗിക്കണം. അയാൾക്ക് മെഡിസിൻ ഒരു നേരം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ജീവൻ അപായത്തിലാണ്, മരിച്ചു പോകും. അപ്പോൾ ഇന്ന് ഉപയോഗിക്കാനുള്ള മരുന്ന് കയ്യിലുണ്ട്, നാളേക്ക് മരുന്നില്ല. അപ്പൊ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നാളെ രാവിലെ 7 മണിക്ക് മുമ്പ് മരുന്ന് കിട്ടണം. കിട്ടുന്നത് എറണാകുളത്ത് വെച്ചിട്ടാ, മലപ്പുറത്താണ് പോകേണ്ടത്. അങ്ങനെ വാപ്പ മോന് മരുന്നിന് പൈസ കൊടുത്തു, ചെലവിനുള്ള പൈസയും കൊടുത്തു. പിന്നെ എന്തെങ്കിലുമൊക്കെ മറ്റാവശ്യം വന്നാൽ എക്സ്ട്രാ ചില പൈസയും കൊടുത്തു. മകൻ വാപ്പാൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് നേരെ എറണാകുളത്ത് പോയി ഇറങ്ങി. എറണാകുളത്ത് പോയി ഇറങ്ങിയ ഉടനെ നല്ലൊരു ഫ്ലക്സ് കാണുകയാണ്. എന്താ? ഒരു സർക്കസിന്റെ ബോർഡ് കണ്ടു. അപ്പോൾ ഡേറ്റ് നോക്കിയപ്പോൾ കഴിഞ്ഞിട്ടില്ല. വേഗം ടിക്കറ്റ് എടുത്തിട്ട് സർക്കസ് കാണാൻ പോയി. സർക്കസ് കണ്ട് പുറത്തിറങ്ങിയപ്പോൾ വിശപ്പ് അനുഭവപ്പെട്ടു. അപ്പൊ നല്ലൊരു ചിക്കൻ ബിരിയാണിയും കഴിച്ചു. ബിരിയാണി കഴിച്ചപ്പോൾ ശരീരത്തിന് ക്ഷീണം തോന്നി. അപ്പൊ തോന്നി ബീച്ചിലോ എവിടെയെങ്കിലും പാർക്കിലോ പോയിട്ടൊന്ന് വിശ്രമിക്കാന്ന്. വിശ്രമിച്ച്
അവസാനം വാച്ചിൽ സമയം നോക്കുമ്പോൾ 8 മണി. ലാസ്റ്റ് ബസ് 8:15 മലപ്പുറത്തേക്ക്. ഇവൻ പരമാവധി പെട്ടെന്ന് ബസ് സ്റ്റാൻഡിലേക്ക് എത്താനുള്ള ദ്രുതഗതിയിൽ ഓടി സഞ്ചരിക്കുക. ബസ് സ്റ്റാൻഡിലേക്ക് എത്തി 8:15 ബസ് കിട്ടി. മലപ്പുറത്തേക്ക് കയറി. ഏതാണ്ട് മലപ്പുറത്ത് ബസ് ഇറങ്ങിയ സമയത്ത് മോൻ ആലോചിക്കാണ്, വാപ്പ ഇപ്പൊ എന്തിനാ പറഞ്ഞയച്ചത്? വാപ്പ പറഞ്ഞയച്ച കാര്യം ഞാൻ മറന്നുപോയല്ലോ. എല്ലാം ചെയ്തിട്ടുണ്ട്. വാപ്പ പറഞ്ഞയച്ച കാര്യം മരുന്ന് വാങ്ങാൻ മറന്നുപോയി. ഈ കുട്ടിയെ കുറിച്ച് നമ്മളെന്താ പറയാ? ഇതെന്തിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ദുനിയാവിൽ അള്ളാഹ് നമ്മളെ പറഞ്ഞയച്ചത് അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനാണ്. പക്ഷെ നമ്മളെല്ലാം ആസ്വദിച്ചു. ദുനിയാവിൽ ഉള്ളത് മുഴുവനും ആസ്വദിച്ചു നമ്മൾ. പക്ഷെ ഒന്ന് മാത്രം ആസ്വദിക്കുക, അള്ളാഹുവിനെ ആസ്വദിക്കുക. എത്ര ആൾക്ക് കഴിയാറുണ്ട്? നമ്മൾ ആലോചിച്ച് നോക്ക്. എല്ലാം ആസ്വദിക്കും. കുടുംബം, വ്യക്തിജീവിതം, പരിസരം, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ മേഖലകളിലും ആസ്വദിക്കും നമ്മൾ. പക്ഷെ അള്ളാഹു നമ്മെ പറഞ്ഞയച്ചത് അള്ളാഹുവിനെ അറിയാനാണ്. അള്ളാഹുവിനെ അറിഞ്ഞിട്ട് ഇബാദത്ത് ചെയ്യുമ്പോൾ അതിനൊരു മാധുര്യമുണ്ട്. നോക്കിയോ നിങ്ങള്. നമ്മൾ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലോ അല്ലാത്തൊക്കെ നിന്ന് നിസ്കരിച്ചിട്ട് കാലിന് നീര് കെട്ടിയെന്ന് പറയാൻ നല്ല സുഖാണത്. കാലിന് നീര് കെട്ടിയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന് നിസ്കരിച്ചിട്ട് കാലിന് നീര് കെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നിന്ന് നിസ്കരിക്കാറുണ്ട്. പക്ഷെ നീര് കെട്ടുന്ന തരത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിട്ടെങ്കിൽ നബി അത് അറിഞ്ഞിട്ടില്ല എന്നാ നീര് കെട്ടിയത്. നീര് കെട്ടി നബി അറിഞ്ഞിട്ടുണ്ടാവില്ല. നിസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകുക. എന്തുകൊണ്ട് അറിഞ്ഞിട്ടില്ല? അള്ളാഹുവിൽ മുനാജാത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിലങ്ങ് ലയിക്കുക. അള്ളാഹു ലയിക്കുക പറഞ്ഞാൽ ചെയ്യുന്ന കാര്യം പൂർണ്ണമായ അള്ളാഹുവിൻ്റെ വജീനാണ് എന്ന് മനസ്സിൽ ബോധം വന്നു കഴിഞ്ഞാൽ പിന്നീട് അള്ളാഹുമായിട്ടങ്ങ് ലയിക്കും നമ്മൾ. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവനുമായാൽ പിന്നെ ഒരു ഭയപ്പാടും. 2 റക്അത്ത് നിസ്കാരങ്ങളുണ്ടല്ലോ, പൂർണ്ണ ശ്രദ്ധയോട് കൂടി നമുക്ക് ചെയ്യാൻ കഴിയും. 2 റക്അത്ത് വല്ലാതൊന്നും വേണ്ട, പൂർണ്ണ ശ്രദ്ധ. ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും നിസ്കരിച്ചല്ലോ, നോക്കി നോക്കള്. നമ്മൾ നിസ്കരിച്ചിട്ട് ഈ സദസ്സിൽ നോക്കി നോക്ക്. ഇമാം സലാം വീട്ടരുതേ എന്ന് ആഗ്രഹിച്ച ആൾ എത്ര ആളുണ്ട്? ഇമാം സലാം വീട്ടരുതേ എന്ന് ആഗ്രഹിച്ച ആള്, അഥവാ ഭയങ്കര ആസ്വദിക്കാൻ കഴിഞ്ഞിട്ട് നിസ്കാരം. സലാം വീട്ടരുതേ എന്ന് ആഗ്രഹിച്ച ആള് ആരുണ്ടാവില്ല. എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതിയായിരുന്നു എന്നാ ചിന്തിക്കുക. നേരെ മറിച്ച് നിങ്ങൾ നിസ്കാരത്തിൽ നിന്നു നെഞ്ചത്ത് കൈകറ്റി വജ്ജഹത്തു ഫാത്തിഹ സൂറത്ത്. ഈ ഇബ്നു തൈമിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഉണ്ട്. ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് അറിയാത്ത ഇമാമുമാരിൽ വളരെ പ്രഗത്ഭനായ ആളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, അദ്ദേഹം അത്രമേൽ തീഷ്ണമായ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താ സന്തോഷം അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം പറയുന്നുണ്ട്. എന്നിട്ട് ശിഷ്യന്മാരെന്ത് അറിയോ? അവർക്കൊരു പ്രയാസം ബാധിച്ചു കഴിഞ്ഞാൽ ഇബ്നു തൈമിയുടെ അടുത്ത് പോകും പ്രയാസം പറയാൻ. ഇബ്നു തൈമിയെ കാണുമ്പോഴേക്ക് തന്നെ ഈ പോയി പറയുന്ന പ്രയാസങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇബ്നു തൈമിയെ കാണുന്ന സമയത്ത് തന്നെ ഇവരുടെ പ്രയാസങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും. അത്രയും വലിയ മനുഷ്യനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ്. ഈ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹയെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഫാത്തിഹ സൂറത്തിൽ ഏറ്റവും അദ്ദേഹത്തെ ആകർഷിക്കുന്നത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏത് അസന്നിഗ്ധ ഘട്ടങ്ങൾ വന്നാലും അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഒറ്റ ആയത്താണ്. നമ്മൾ ഓതി 4 വട്ടം പറഞ്ഞു തന്നെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അദ്ദേഹത്തിന്റെ എല്ലാ തീഷ്ണമായ പ്രയാസങ്ങളിലും അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയ ഒരൊറ്റ ആയത്ത് ഫാത്തിഹയിലുള്ള ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്താണ്. നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. നമുക്കിപ്പോൾ എന്താ മനസ്സിലായത്? ഒന്നും തിരിഞ്ഞുണ്ടാവില്ല. പക്ഷെ ഇബ്നു തൈമിയ അത് ആസ്വദിച്ചിട്ടുണ്ട് എങ്കിൽ ഇയ്യാക നഅ്ബുദു, ഇബാദത്ത് എന്താണെന്ന് അദ്ദേഹത്തെ മനസ്സിലായിട്ടുണ്ടാവും. ഇബാദത്ത് പിന്നെ അള്ളാഹ്ക്ക് മാത്രം എന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അള്ളാഹുവിന് മാത്രം, വേറെ ഒന്നും നമ്മുടെ മുന്നിലേക്ക് വരരുത്. റബ്ബ് മാത്രം. എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മുടെ വീട്ടില് മാതാപിതാക്കളൊക്കെ ഉണ്ടല്ലോ, വാപ്പാക്കും ഉമ്മാക്കും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുന്ന സന്ദർഭത്തിൽ പോലും
വേറൊരു ലക്ഷ്യമല്ല. എങ്ങനെ ഇപ്പോൾ പ്രായം ചെന്നു, ബാക്കി പെങ്ങന്മാരുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, ഓരോന്നും ഇപ്പം നോക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ നോക്കുക എന്നല്ല. അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം. ഞാൻ വായിൽ വന്നതുകൊണ്ടൊരു സംഭവം പറയാം. ഉവൈസുൽ ഖർണിയെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. പ്രത്യേകിച്ച് ഇപ്പം സംവിധാനങ്ങൾ. ഉവൈസുൽ ഖർണി വലിയൊരു താബിയാണ്. ഉവൈസുൽ ഖർണിയെ കുറിച്ച് ബുഖാരിയുടെ ഫത്ഹുൽ ബാരി ഉണ്ട്, ഷറഹ്. അതിൽ പറയുന്നുണ്ട് ബാബ് ഫദ്ലി ഉവൈസുൽ ഖർണി. ഉവൈസുൽ ഖർണിയുടെ മഹത്വം പറയുന്ന അധ്യായം. അതിന്റെ പേര് എന്താ? ഉവൈസുൽ ഖർണിന്റെ പ്രത്യേകത അറിയോ? വലൈസ ബി സ്വഹാബിയൻ, അദ്ദേഹം സ്വഹാബിയല്ല. വലാകിൻ മുആസിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി, റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ച ആളാ. നമ്മൾ അതിലൊരു അത്ഭുതമല്ലേ? നബിന്റെ കാലത്ത് ജീവിച്ചിട്ട് നബിയെ കാണാതിരിക്കുക, അത് മുഅ്മിനാണ്, കറകളഞ്ഞ വിശ്വാസിയാ. എന്നിട്ട് നബിയെ കാണുക എന്ന അതിമഹത്തായ ഗുണം ഒഴിവാക്കി ആര്? ഉവൈസുൽ ഖർണി റളിയല്ലാഹു അൻഹു. ഖറൻ എന്നത് യമനിലുള്ള ഒരു ചെറിയ സ്ഥലമാണ്. നബിയെ കണ്ടാൽ സ്വഹാബിയാവും. സ്വഹാബിയായാലോ സുബ്ഹാനല്ലാഹ്, എന്താ പോലെ മഹത്വം. ആ സ്വഹാബിയാവുന്നതിൽ നിന്ന് ഉവൈസിനെ തടഞ്ഞത് എന്താണ്? യമനിൽ നിന്ന് മദീനയിലേക്ക് പോയി നബിയെ കാണുന്ന ഭയങ്കര ആഗ്രഹമുണ്ട് അദ്ദേഹത്തിന്. ഫത്ഹുൽ ബാരി പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ചരിത്രം പറയുമ്പോൾ അദ്ദേഹം മനസ്സിൽ പലവട്ടം ആലോചിച്ചു അത്രേ, എൻ്റെ ഉമ്മ മരിച്ചിട്ട് വേണമെന്ന് റസൂലുള്ളാഹിനെ പോയി കാണാൻ. അത്രയും ആഗ്രഹമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് നബിയെ കാണാൻ പോയില്ല. കാരണം പ്രായം ചെന്നൊരു ഉമ്മയുണ്ട് എന്ന കാരണത്താൽ. ഇത് നമ്മെപ്പോലെ പച്ചയായി ജീവിച്ചൊരു മനുഷ്യന്റെ കഥയാണ്, ചരിത്രമാണ്, കഥയല്ല. ഉവൈസിന് എന്തുണ്ട്? പ്രായം ചെന്ന ഉമ്മ വീട്ടിലുണ്ട്. ഉമ്മാനെ നോക്കാൻ ഏതെങ്കിലും സർവന്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉമ്മാനെ സ്വന്തം മോന് നോക്കുന്നത് പോലെ നോക്കൂല. മോന്റെ ആ സംരക്ഷണം എന്തായാലും കൊടുക്കൂലല്ലോ. അപ്പൊ ഉവൈസ് എന്ത് ചെയ്തു? ഉമ്മാന്റെ കൂടെ തന്നെ ജീവിച്ചു. ആദ്യം അള്ളാഹുവിന്റെ റസൂൽ മരണപ്പെട്ടു പോയി. റസൂൽ മരിക്കുന്ന സമയത്ത് ഉമർ ബിൻ ഖത്താബിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ യമനിൽ ഖറൻ എന്ന സ്ഥലത്തൊരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന് വെള്ളപ്പാണ്ട് രോഗം വന്നിട്ട് എല്ലാം ഭേദമായിട്ടുണ്ട്. ഒരു ദിർഹമിന്റെ വലുപ്പത്തിൽ മാത്രം അവിടെ ബാക്കിയുണ്ട്. തിരിച്ചറിയാനുള്ള അടയാളങ്ങളൊക്കെ റസൂൽ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഉവൈസിനെ കാണുകയാണ് എങ്കിൽ ഉവൈസിനെ കൊണ്ട് നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണം. നമ്മൾ ദുആ ചെയ്യാൻ പറയേണ്ട ആരോടാ? നല്ല തൗഹീദുള്ള, സുന്നത്ത് ഫോളോ ചെയ്യുന്ന, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന നല്ല നല്ല ആരോട് പറയും നിങ്ങൾ ദുആ ചെയ്യണം പറയും. അതൊരു സുന്നത്താണത്. നമ്മൾ പരസ്പരം കാണുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ദുആ ചെയ്യണം പറയും. അതൊരു തവസ്സുലാണത്, സുന്നത്താണത്. റസൂലുള്ള പറഞ്ഞു, ഉവൈസിനെ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിപ്പിക്കണം. അത്രയും നല്ല മനുഷ്യനാണ്. എന്താ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായത്? നമ്മൾ നോക്കി നോക്ക്. സ്വഹാബി അല്ല അദ്ദേഹം. സ്വഹാബിയാവാൻ അദ്ദേഹത്തിന് തടസ്സം ഉമ്മയാണ്. ഉമ്മാനെ നോക്കി എന്ന ഒരൊറ്റ കാരണം. എനിക്കും ഉമ്മ ഉണ്ട്, ഈ കൂടിയിരുന്ന പലർക്കും ഉമ്മ ഉണ്ടാവും, വാപ്പ ഉള്ള ആളുകളുണ്ടാവും. നമ്മൾ ആലോചിക്കേണ്ട പറഞ്ഞു തന്ന വിഷയം എന്താ അറിയോ? ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിലെത്തുന്ന സമയത്ത് നമ്മൾ ആകെ നമ്മുടെ മനസ്സിലുള്ള ചിന്ത എന്താണ് വേണ്ടത്? അല്ലാ എന്ന ചിന്ത മാത്രം. ഇമാം റാസിയെ കുറിച്ച് കേട്ടിട്ടുണ്ട് നിങ്ങൾ? ഇമാം റാസി പറഞ്ഞാൽ ഒരു മുഫസ്സിറാണ്, വലിയൊരു ചിന്തകനാണ് ഇമാം റാസി. റാസി എന്ത് ചെയ്തു പറയും? അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ ഉപ്പ മരിച്ചു. ഉപ്പ മരിക്കുന്ന സമയത്ത് മരിച്ചപ്പോൾ ആളുകൾ എന്ത് പറഞ്ഞു? ഇന്ന സ്വത്തിന്റെ ഇന്ന ഭാഗം എനിക്ക്, ഇന്ന ഭാഗം എനിക്ക്, ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇമാം റാസി പറഞ്ഞു, വാപ്പയുടെ സമ്പത്തകങ്ങൾ ഓഹരി ചെയ്തെടുത്തോ, പക്ഷേ എനിക്ക് ആവശ്യം ഒരു കാര്യം, അത് നിങ്ങൾ എനിക്ക് തരണം. വേറൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്കാവശ്യം ഉമ്മാനെ മതി. വാപ്പ മരിച്ചിട്ടുണ്ടല്ലോ, വാപ്പാന്റെ സമ്പത്ത് മുഴുവൻ നിങ്ങൾ ഓഹരി ചെയ്തെടുത്തോ, എനിക്കാകെ ഒന്ന് മതി, ഉമ്മാനെ എനിക്ക് മതി, എനിക്കത് അനന്തര സ്വത്ത് കിട്ടിയാൽ മതി. അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്തു എന്നാണ്. ഇതൊക്കെ നമ്മൾ പറയുന്നത് ഇങ്ങനെ ചരിത്രം വെറുതെ പറഞ്ഞു പോകാനല്ല, നമ്മുടെ മനസ്സിലേക്ക് ഈമാൻ വർദ്ധിക്കാൻ 2-3 കാരണം. ഒന്ന് ഖുർആനാണ്. ഖുർആനിലെ ആയത്തുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഖുർആൻ പറഞ്ഞല്ലോ, വൈദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന. ഖുർആൻ കേൾക്കുമ്പോൾ ഈമാൻ കൂടണം. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള പ്രവാചകന്മാരുടെ ഹിസ്റ്ററിയാണ്, ചരിത്രമാണ്. അത് പറയുമ്പോൾ ഇന്ന് എന്ത് ചെയ്യണം? ഈമാനിൽ വർധനമുണ്ടാവണം. മൂന്നാമത് ഇത്തരത്തിലുള്ള മുൻകഴിഞ്ഞ സലഫ് സ്വാലിഹീങ്ങളുടെ സംഭവങ്ങളാണ്, അതിലും ഈമാൻ വരണം. അതുകൊണ്ട് സംസാരം അവസാനിപ്പിക്കുകയാണ്. ഏതാണ്ട് ഒരു 10-40 മിനിറ്റോളം ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. ഈ
സദസ്സിൽ നമ്മൾ ഇത്ര സമയം ഇരുന്നത് നമ്മൾ നല്ലൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട, അഥവാ നമ്മുടെ നോമ്പ്, തറാവീഹ്, ഈ ഒരുമിച്ച് കൂടൽ, ഇതൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകണമെന്ന ഒരൊറ്റ ലക്ഷ്യമേ നമ്മുടെ മുന്നിലുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാത്സര്യത്തോടു കൂടി മുന്നേറാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. എപ്പോൾ, എങ്ങനെ, ഏത് സാഹചര്യത്തിൽ മരണപ്പെടുകയാണെങ്കിലും ഈമാനോടുകൂടി അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ അള്ളാഹുവെ, ഞങ്ങൾ ചെയ്യുന്ന നോമ്പ്, നിസ്കാരം, മറ്റ് പല പല പുണ്യകർമ്മങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും ധാരാളം വീഴ്ചകളുണ്ടാവും ഞങ്ങളുടെ വിവരമില്ലായ്മ കാരണം. എല്ലാം പരിഹരിച്ച് പൂർണ്ണമായ പ്രതിഫലം അള്ളാഹു ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. ഈ റമദാനിന് മുമ്പ് നമ്മളിൽ നിന്ന് പലരും മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ പള്ളിയുമായി അഭേദ്യ ബന്ധമുള്ള ആളുകളായിരുന്നു. അതുപോലെ ദീനിനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്ന ആളുമായിരുന്നു. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അവരെ നീ കഴുകി ശുദ്ധിയാക്കണമേ റബ്ബേ റഹ്മാനെ. അവസാനം ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകന്മാർ, രക്തസാക്ഷികൾ, സ്വാലിഹുകൾ, സിദ്ദീഖുകൾ ഇവരോടൊപ്പം അള്ളാഹു ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. റബ്ബന ആതിനാ ഖൈറദ്ദുനിയ വഖൈറൽ ആഖിറ വസ്രിഫ് അന്നാ ശർറദ്ദുനിയ വശറൽ ആഖിറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ നമ്മുടെ മദ്രസയുടെ, പള്ളിയുടെ കാര്യം നിങ്ങളാരും ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകരുത് എന്ന് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.